എല്ലാവർക്കും നമസ്തേ. 2 ദിവസം മുമ്പ് നമ്മുടെ സംസ്ഥാനത്തെ ഒരു മുൻ മന്ത്രിയും CPMൻ്റെ വനിതാ നേതാവുമായ PK ശ്രീമതിയുടെ ഒരു പ്രസ്താവന നമ്മളെല്ലാം കണ്ടതാണ്. അത് മറ്റൊന്നുമല്ല, രാഷ്ട്രീയ നിരീക്ഷകനും സ്വന്തമായി ഈ പത്രിക എന്ന ചാനലിലൂടെ സമൂഹത്തിൽ നടക്കുന്ന ഈ തെമ്മാടിത്തരങ്ങളെയും അനാവശ്യമായ സംഭവങ്ങളെയും വിമർശിച്ചുകൊണ്ട്, ഹാസ്യാത്മകമായി തന്നെ നമ്മൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന രീതിയിൽ വിമർശിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്ന ആളുമായ TG മോഹൻദാസിൻ്റെ ഒരു വീഡിയോയ്ക്കെതിരെയുള്ള ധാർമ്മിക രോഷത്തോടു കൂടിയുള്ള ഒരു പ്രതികരണമാണ് നമ്മൾ കണ്ടത്. അതായത്, ഡൽഹിയിൽ നടന്ന ഈ പാറ്റ സമരവുമായി ബന്ധപ്പെട്ട്, പാറ്റ സമരത്തിൻ്റെ ഭാഗമായി നടന്ന അക്രമങ്ങളെ അവർ വളരെയേറെ അതിക്രൂരമായ അക്രമങ്ങളാണ് പാറ്റകൾ അവിടെ നിയമപാലകരോട് കാണിച്ചത്. അതേപോലെ തന്നെ രാജ്യവിരുദ്ധമായിട്ടുള്ള പല നടപടികളും അവർ കാണിച്ചിരുന്നു. അതിനെക്കുറിച്ച് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിരുന്നു. അതായത്, അദ്ദേഹം പറഞ്ഞത്, താൻ ആയിരുന്നു അധികാരസ്ഥാനത്തുണ്ടായിരുന്നതെങ്കിൽ ആദ്യം അവിടെ കർഫ്യൂ പ്രഖ്യാപിക്കും, അതിനുശേഷം 3 പ്രാവശ്യം മൈക്കിൽ കൂടി ഒഴിഞ്ഞു പോകാൻ ആളുകളോട് ആവശ്യപ്പെടും. അതിനുശേഷം അവർ വീണ്ടും അക്രമങ്ങൾ നടത്തുകയാണെന്നുണ്ടെങ്കിൽ, അക്രമവുമായി മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ വെടിവയ്ക്കും. അന്നേരം കുറച്ച് പേർ മരിച്ചു വീഴും, കുറച്ച് പേർക്ക് പരിക്കേൽക്കും, അവരെ എല്ലാം ആശുപത്രിയിലാക്കും എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു. അതിനെതിരെ ധാർമ്മിക രോഷം കൊള്ളുന്നത് കണ്ടു. അതോടൊപ്പം തന്നെ ഇവർ പറഞ്ഞത്, ഈ സ്ത്രീവിരുദ്ധമായിട്ടുള്ള നടപടികൾ, സ്ത്രീവിരുദ്ധമായിട്ടുള്ള ഒരു വീഡിയോയും ചെയ്തു എന്ന് പറഞ്ഞിരുന്നു. ആ വീഡിയോ ഞാൻ കാണാതിരുത്തതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല. കാരണം കാണാത്തതുകൊണ്ട് അത് പറയാൻ കഴിയുകയില്ല. എന്നാൽ ഇവർ പറയുന്ന സ്ത്രീവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് പറയുമ്പോൾ, നമ്മൾ പല വീഡിയോകളും കണ്ടതാണ്. അവിടെ നടന്ന മോശപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഈ പ്രധാനമന്ത്രിക്കെതിരായിട്ടാണെങ്കിൽ അദ്ദേഹത്തെ ചിത്രീകരിച്ചതും അല്ല, അവരുടെ ഈ ദിനത്തിൽ പങ്കെടുത്ത പല സ്ത്രീകളുടെയും ബാഗുകളിൽ നിന്ന് കണ്ടെടുത്ത വൃത്തികെട്ട സാധനങ്ങളും എല്ലാം നമ്മൾ കണ്ടതാണ്. ഒപ്പം തന്നെ അവിടെ പങ്കെടുത്ത ആൾക്കാരുടെ രാജ്യവിരുദ്ധമായിട്ടുള്ള, അതായത് ഉമർ ഖാലിദിനെ ഇത് ചെയ്യണം, റിലീസ് ചെയ്യണം, സ്വതന്ത്രനാക്കണം, കാശ്മീരിൽ പിൻവലിച്ച 370-ാം വകുപ്പ് പുനഃസ്ഥാപിക്കണം, ഇങ്ങനെ പല രാജ്യവിരുദ്ധ നടപടികൾ നമ്മൾ കണ്ടതാണ്. ഇതെല്ലാം കൂടെ വെച്ച് അദ്ദേഹം വീഡിയോ ചെയ്തിരുന്നു. അതിനെതിരെയാണ് നമ്മുടെ ശ്രീമതി ധാർമ്മിക രോഷം കൊണ്ടത്. ഒപ്പം തന്നെ പറഞ്ഞത്, അവരുടെ സംഘടനയായ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കേസുമായി മുന്നോട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ഒരു പ്രസ്താവനയാണ്. ഭയങ്കരമായ ധാർമ്മിക രോഷമാണ് PK ശ്രീമതി പ്രകടിപ്പിച്ചത്. അത് നല്ല കാര്യം. ഈ അനാചാരങ്ങൾക്കെതിരെയും ഈ അനീതിക്കെതിരെയും ആര് പോരാടിയാലും നമ്മൾ അതിനെ അംഗീകരിക്കുന്നുണ്ട്, സമൂഹം അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഇത്രമാത്രം ധാർമ്മിക രോഷം കൊള്ളുന്ന ശ്രീമതിയോട്, ഇതിനിടയ്ക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ ശ്രീമതി ചില ചാനലുകൾക്കെതിരെ മാനനഷ്ട കേസുമായി പോകുന്നുണ്ടെന്നും നോട്ടീസ് അയച്ച കാര്യമൊക്കെ നമ്മൾ കണ്ടു. അതായത്, അവർ ഏതൊരു മരിച്ച ഒരു MLAയുടെ ഭാര്യയാണെന്നും പറഞ്ഞ് ഇവർ പെൻഷൻ വാങ്ങുന്നു എന്ന് പറഞ്ഞ് ഏതൊക്കെയോ ചാനലുകൾ വാർത്ത ചെയ്ത് എന്ന് പറഞ്ഞ് അവർ കേസിന് പോയിരിക്കുന്നത്. അത് ആദ്യമേ പറയട്ടെ, PK ശ്രീമതിക്കെതിരായിട്ട് അങ്ങനെയുള്ള വാർത്തകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ ആരെയും അനാവശ്യമായി അപമാനിക്കുന്നത് ശരിയല്ല. അത് ആരാണ്, ഭൂലൻ ദേവി ആണെന്നുണ്ടെങ്കിലും PK ശ്രീമതി ആണെന്നുണ്ടെങ്കിലും, ഇപ്പം
നമ്മുടെ പാലത്തായി കേസിലെ ജോളിയാണെന്നുണ്ടെങ്കിലും ആരെയും അനാവശ്യമായി നമ്മൾ മോശമായി അപമാനിക്കരുത്. കാരണം ഒരാളിനെതിരെ നമ്മൾ അനാവശ്യമായിട്ടുള്ള ഒരു പ്രചരണം നടത്തിയാൽ അത് സ്വാഭാവികമായിട്ടും പല ആൾക്കാരും അത് വിശ്വസിക്കും, ശരിയാണെന്ന് കരുതും. അതവർക്ക് മോശമായ ഒരു പ്രതിച്ഛായയായിരിക്കും സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് ഈ ശ്രീമതിക്കെതിരെ നടത്തിയ ആ ഒരു തെറ്റായ പ്രചരണത്തിന് നമ്മൾ അപലപിക്കുന്നതോടൊപ്പം, അത് തെറ്റാണെന്ന് പറയുന്നതോടൊപ്പം ശ്രീമതിയോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. നിങ്ങൾ ഇത്രമാത്രം ധാർമ്മിക രോഷം കൊള്ളുന്ന സമയത്ത് നിങ്ങളുടെ പാർട്ടി ഈ കാണിച്ചത് എന്താണ്? നിങ്ങളുടെ പാർട്ടിയുടെ ഒരു നേതാവ് ആർഷോ എന്നോ മറ്റോ ആണ് പേര്, PM ആർഷോ ആണെന്ന് തോന്നുന്നു. അയാൾ എന്താണ് ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ചെയ്തത്? സ്വന്തം മുന്നണിയിൽ നിൽക്കുന്ന ഒരു പാർട്ടിയുടെ വിദ്യാർത്ഥി വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയോട് അയാൾ എന്താണ് പറഞ്ഞത്? നിനക്ക് തന്തയില്ലാത്ത മക്കളെ ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞതാണ് ഈ ആർഷോ എന്ന് പറയുന്ന നേതാവ്. അത് സ്ത്രീത്വത്തെ അപമാനിക്കുകയല്ലായിരുന്നു ചെയ്തത്. അന്ന് എന്തുകൊണ്ട് അത് തെറ്റാണ് എന്ന് പറയാൻ ശ്രീമതി തയ്യാറാകാതിരുന്നത്? ശ്രീമതി എന്താണ് ചെയ്തത്? ഈ ആർഷോ ഉൾപ്പെടെയുള്ളവരെ സംരക്ഷിക്കുകയായിരുന്നു ചെയ്തത്. SFIയുടെ നേതാവായിരുന്നു. ഇപ്പം അയാളിപ്പം പാലക്കാട് ജില്ലയുടെ ആണെന്ന് തോന്നുന്നു, CPM അംഗമാണ്, DYFIയുടെ മറ്റു നേതാവും ഒക്കെയാണ്. ഇങ്ങനെ ഉള്ള ആ ഒരു നേതാവിനെതിരെ എന്തുകൊണ്ട് ശ്രീമതിയുടെ ധാർമ്മിക രോഷം ഉയർന്നില്ല? അതൊരു പ്രധാന ചോദ്യം തന്നെയാണ്. ഒപ്പം തന്നെ പറയട്ടെ, നിങ്ങളുടെ പാർട്ടിയിലെ ചില നേതാക്കൾക്കെതിരെ ഇപ്പോൾ പാർട്ടിയിൽ ഇല്ലായിരിക്കാം, ഇതിനെക്കാട്ടി മോശമായ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. കേസ് വരെ കൊടുത്തതാണ് ചില യുവതികൾ അവരെ ലൈംഗികമായി ആക്രമിച്ചതിനെക്കുറിച്ച്. അന്ന് നിങ്ങൾ എന്താണ് ചെയ്തത്? നിങ്ങൾ കമ്മീഷനെ വെച്ചിട്ട് തീവ്രത ഇളക്കുകയല്ലേ ചെയ്തത്? അത് തെറ്റാണെന്ന് പറഞ്ഞ് നിങ്ങൾ അപലപിച്ചോ? ആ നടപടി മോശമാണെന്ന് പറഞ്ഞു. നിങ്ങൾ ആ നേതാവിനെ സംരക്ഷിക്കുകയല്ലേ ചെയ്തത്? നിങ്ങൾ തീരുമാനിച്ചിട്ട് പറഞ്ഞു അത് തീവ്രത കുറവായിരുന്നു പറഞ്ഞ കക്ഷികളല്ലേ നിങ്ങൾ. അപ്പോൾ നിങ്ങൾ വേറൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ. നിങ്ങളുടെ പാർട്ടിയുടെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണോ ജില്ലാ കമ്മിറ്റി അംഗമാണോ എന്നൊന്ന് ശരിക്കറിയത്തില്ല, ഞാനുമായി നല്ല അടുപ്പമുള്ള ഒരു നേതാവാണ്. ആ നേതാവ് ഒരു വനിതാ നേതാവാണ്. പത്തനംതിട്ടയിൽ വെച്ച് പത്രസമ്മേളനം നടത്തി എന്താണ് പറഞ്ഞത്? നിങ്ങളുടെ പാർട്ടിയുടെ MLA ആയ മുകേഷിനെതിരെ ഇതേപോലെ നിരവധി പരാതികൾ വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞ എന്താണ്? ആ നേതാവ് പറഞ്ഞ എന്താണ്? മുകേഷിൻ്റേത് തീവ്രത കുറഞ്ഞ പീഡനം, നമ്മുടെ കോൺഗ്രസിൻ്റെ ഒരു നേതാവും MLAയുമായിരുന്ന രാഹുൽ മാങ്കുട്ടത്തിൻ്റെ തീവ്രത കൂടിയ പീഡനം എന്നല്ലേ നിങ്ങളുടെ ആ നേതാവ് പറഞ്ഞത്? അപ്പോൾ അതിനെ നിങ്ങൾ അപലപിച്ചോ? അതിനെതിരെ നിങ്ങൾ പ്രതികരിച്ചോ? അതോടൊപ്പം തന്നെ നിങ്ങളുടെ പാർട്ടി ഈ സംഭവം തന്നെയല്ല, നിരവധി സംഭവങ്ങളുണ്ടായിട്ട്, സ്ത്രീകൾക്കെതിരെ വിഷയങ്ങളുണ്ടായിട്ട് നിങ്ങൾ അതിനെതിരെ എന്താണ് നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾ ഒരു കാര്യവും പറഞ്ഞില്ല എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. ഞങ്ങളിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഈ ധാർമ്മിക രോഷത്തിൽ എന്തെങ്കിലും ധാർമ്മികതയുണ്ടോ? നിങ്ങൾ രോഷം കൊള്ളുന്നത് നമ്മൾക്ക് മനസ്സിലാകും, അതിനകത്ത് ധാർമ്മികതയുണ്ടോ? നിങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടോ? വേറൊരു കാര്യം ഉണ്ട്, ഞാൻ ചോദിക്കട്ടെ. നിങ്ങളുടെ പാർട്ടിയുടെ ആസ്ഥാനമായ AKG സെൻറ്ററിൻ്റെ അവിടെ കണ്ട് ആരാണ്ട് പടക്കം പൊട്ടിച്ച ഒരു സംഭവം ഉണ്ടായി. അത് പറയുന്നത് നിങ്ങളുടെ പാർട്ടിക്കാർ തന്നെ ഗ്രൂപ്പ് വഴക്കിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണെന്നും പറയുന്നുണ്ട്. അന്ന് നിങ്ങൾ എന്താണ് അതിന് പ്രതികരിച്ചു? എന്താണ് പറഞ്ഞത്? അവിടെ വായിച്ചുകൊണ്ടിരുന്നപ്പോഴോ ഉറങ്ങിയപ്പോഴോ കണ്ട് അതിഭയാനകമായ സ്ഫോടന ശബ്ദം കേട്ടിട്ട് ഞെട്ടി ഉണർന്നു എന്ന് കള്ളം പറഞ്ഞവരല്ലേ നിങ്ങളൊക്കെ? അപ്പോൾ നിങ്ങളുടെ ഈ ധാർമ്മിക രോഷത്തിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് മുൻപിൽ വിശദീകരിക്കേണ്ട ആവശ്യമുണ്ട്. അതാണ് ഈ ജനങ്ങൾ, നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത്, ഈ കേരളത്തിലെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക.
ധാർമ്മിക രോഷം വളരെ നല്ലതാണ്. അത് ധാർമ്മികമായിട്ടുള്ള എന്തെങ്കിലും കാര്യം അതിലുണ്ടെങ്കിൽ മാത്രം. TG മോഹൻദാസ് അദ്ദേഹത്തിൻ്റെ ആ ഒരു തനതായ ശൈലിയിൽ അദ്ദേഹം അവതരിപ്പിച്ചു. അല്ലാതെ ഈ അവിടെ പങ്കെടുത്തവരെ എല്ലാം ബലാത്സംഗം ചെയ്യണം, പങ്കെടുത്ത പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യണം അന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതേപോലെ വെടിവെച്ച് കൊല്ലണം എന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഓരോ ഈ സാഹചര്യങ്ങൾ കണ്ടതിന് ശേഷം തൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നുള്ളത് അല്ലാതെ അദ്ദേഹം ഇതിന് ആഹ്വാനം ചെയ്തതായിട്ട് ഒരിടത്തും അദ്ദേഹത്തിൻ്റെ വീഡിയോ തെളിയിക്കുന്നില്ല. പക്ഷെ നിങ്ങളുടെ നേതാക്കളും നേരിട്ട് ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. തിരുവനന്തപുരത്ത് നിങ്ങളുടെ വലിയ നേതാവ്, നിങ്ങളുടെ പാർട്ടിയുടെ മുതലാളിയായിട്ടുള്ള നേതാവ് പിണറായി വിജയൻ കാണിച്ച അഴിമതി, മോളെ മറയാക്കിക്കൊണ്ട് മോളുടെ പേരിൽ കമ്പനി ഉണ്ടായിക്കൊണ്ട് കാണിച്ച അഴിമതി ജനങ്ങൾ കണ്ടതാണ്. അവിടെ വ്യക്തമായ തെളിവോടുകൂടി ED ഉദ്യോഗസ്ഥർ അവിടെ ഈ പിണറായി വിജയന്റെ മകളെ ചോദ്യം ചെയ്യാൻ വന്നപ്പോൾ അതിനകത്തിലുള്ള ആ വനിതാ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ കൊല്ലാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ പാർട്ടിക്കാർ, പിണറായി വിജയന്റെ ആഹ്വാനപ്രകാരം നിങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി PK ഗോവിന്ദൻ്റെയും നിങ്ങളുടെ പാർട്ടിയുടെ MP-മാരായ റഹീമോ പിന്നെന്തോ വേറൊരുത്തരുണ്ടല്ലോ, പൊട്ടാസോ ബ്രിട്ടാസോ, അതുപോലുള്ള ഇവന്മാരുടെയൊക്കെ നേതൃത്വത്തിൽ, അവിടുത്തെ MLA ജോയിയുടെ നേതൃത്വത്തിൽ, മുൻ മന്ത്രിമാരായ ശിവൻകുട്ടിയുടെയും കടകംപള്ളിയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഈ വനിതകളായിട്ടുള്ള ആ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ വധിക്കാൻ ശ്രമിച്ച് അവരെ ആക്രമിച്ചതും ഞങ്ങൾ കണ്ടതാണ്. അന്ന് നിങ്ങളുടെ ധാർമ്മിക രോഷം എവിടെയായിരുന്നു? അപ്പോൾ എന്ത് തെമ്മാടിത്തരവും നിങ്ങളുടെ പാർട്ടിക്കാർ നടത്തിയാൽ, വനിതകൾക്കെതിരെ നടത്തിയാൽ നിങ്ങൾക്കൊരു ധാർമ്മിക രോഷവുമില്ല. ഇവർ കാണിച്ചതിന് അപ്പുറമൊന്നും TG മോഹൻദാസ് കാണിച്ചതായിട്ട് പൊതുസമൂഹം വിശ്വസിക്കുന്നില്ല. അങ്ങനെയുള്ള നിങ്ങളുടെ ഈ ധാർമ്മിക രോഷം ആത്മാർത്ഥതയോടെ ഉള്ളതല്ല എന്ന് തന്നെയാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്. ഒരു യഥാർത്ഥ നേതാവാണെന്നുണ്ടെങ്കിൽ സ്വന്തം പാർട്ടിക്കാരാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും കാണിച്ചാൽ ഒരേപോലെ പ്രതികരിക്കുക. അതാണ് മാന്യതയും മര്യാദയും. അല്ലാതെ എൻ്റെ പാർട്ടിക്കാർ കാണിക്കുന്നത് ന്യായവും, എൻ്റെ പാർട്ടിക്കാർ എന്ത് തോന്നിവാസവും തെമ്മാടിത്തരവും കാണിച്ചാൽ, വനിതകൾക്ക് നേരെ കാണിച്ചാലും അതിക്രമം കാണിച്ചാലും അത് ന്യായവും, മറ്റുള്ള ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് അന്യായവും എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നേതാവിന് ഭൂഷണമല്ല. പ്രത്യേകിച്ച് നിങ്ങൾ മന്ത്രിയായിരുന്നു, ഈ സംസ്ഥാനത്തെ ഒരു മന്ത്രിയായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. നിങ്ങൾ ഒരു പാർട്ടിയുടെ ഒരു ഇറുക്കിലി പാർട്ടിയാണെന്നുണ്ടെങ്കിലും ഈ നാട്ടുകാർ ചവിട്ടിക്കൂട്ടി മൂലയ്ക്ക് എടുത്ത് കളഞ്ഞ ഒരു പാർട്ടിയുടെ നേതാവാണെങ്കിലും നേതാവാണ് നിങ്ങൾ. ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ തീർച്ചയായും എല്ലാ കാര്യത്തിലും ധാർമ്മിക രോഷം കൊള്ളണമായിരുന്നു. സ്വന്തം കണ്ണിലെ കിടക്കുന്ന കോലെടുത്തിട്ട് വേണം മറ്റുള്ളവരുടെ കണ്ണിൽ കിടക്കുന്ന കരടെടുക്കാൻ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളെ ജനങ്ങൾ പുച്ഛിക്കത്തേ ഉള്ളൂ, ഞങ്ങളൊക്കെ നിങ്ങളെ പുച്ഛിക്കത്തേ ഉള്ളൂ. കാരണം നിങ്ങളുടെ ഈ ധാർമ്മികത വെറും കാപട്യം ആണ് എന്നാണ് ഞങ്ങളെപ്പോലുള്ളവർ ചിന്തിക്കുന്നതും മനസ്സിലാക്കുന്നതും. അതാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഉണ്ടായിട്ടുള്ള പ്രവർത്തനങ്ങൾ. നിങ്ങളുടെ പാർട്ടിക്കാർ ഏതൊരു യുവതിയോട് തെമ്മാടിത്തരം കാണിച്ചാൽ അതിനെ നിങ്ങൾ ന്യായീകരിക്കും. പക്ഷേ മറ്റുള്ള ആരെങ്കിലും എന്തെങ്കിലും ഒരു സാന്ദർഭികമായി ഒരു തമാശ പറഞ്ഞാൽ അതിനെ നിങ്ങൾ പെരുപ്പിച്ച് കാണിച്ച് നിങ്ങൾ വലിയ ഭൂകമ്പം സൃഷ്ടിക്കാൻ ശ്രമിക്കും. അത് നിങ്ങൾ ശ്രമിക്കുന്നത് എന്തിനാണ്? സമൂഹത്തിൽ അരാജകത്വം ഉണ്ടാക്കണം, അശാന്തി പടർത്തണം എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ഇതേപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്നത് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം. ഈ അടുത്ത സമയത്ത് തന്നെ ഒരു സംഭവം ഉണ്ടായി. നിങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ഏതോ ഒരു പെൺകുട്ടി, അവളുടെ പേരെന്താണ്, ഐഷി ഘോഷ്.
ഈ 2021 തൊട്ട് കോടതിയെ ധിക്കരിച്ച് നിയമവ്യവസ്ഥയെ അപ്പാടെ ധിക്കരിച്ച് അവർ നടക്കുന്ന ഒരു പെൺകൊച്ച്, അവളുടെ പേരിൽ അക്രമം നടത്തിയതോ അതുപോലെ എന്താണെന്ന് തോന്നുന്നു, ഏതോ ക്രിമിനൽ കേസാണ്. കോടതി വാറന്റ് പുറപ്പെടുവിച്ചു. കോടതിയിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ട് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ട് ഹാജരാകാതെ നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നടന്നു. ആ പെൺകുട്ടിയോട് നിങ്ങൾ പറഞ്ഞു, കോടതിയിൽ ഹാജരായി നിയമത്തെ നമ്മൾ ബഹുമാനിക്കണം, അതുകൊണ്ട് ആ നിയമത്തെ ബഹുമാനിച്ചുകൊണ്ട് കോടതിയിൽ നീ ഹാജരായി അവിടെ നിന്ന് ജാമ്യം എടുക്കേണ്ടി ജാമ്യം എടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ആ നടപടികളെ നിങ്ങൾ അഭിമുഖീകരിക്കുക എന്ന് നിങ്ങൾ പറഞ്ഞു. ഇല്ല. എന്നിട്ട് ആ തെമ്മാടിത്തരം കാണിക്കുന്ന ആ പെങ്കൊച്ചിന് എല്ലാ പൂർണ്ണ പിന്തുണ നൽകിയല്ലേ നിങ്ങൾ മുന്നോട്ട് പോയത്? അപ്പോൾ നിങ്ങളുടെ ഈ ധാർമ്മികതയ്ക്ക് എന്താണ് ഒരു ആത്മാർത്ഥത? തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ധാർമ്മിക രോഷത്തിന് ഒരു ആത്മാർത്ഥതയുമില്ല, ഒരു രീതിയിലുള്ള മാന്യതയും ഇല്ല എന്ന് തന്നെയാണ് ഈ സമൂഹം, കേരള സമൂഹം ഉറക്കെ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഉള്ള കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ നല്ലൊരു നേതാവായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ സ്വന്തം പാർട്ടിയിൽ നടക്കുന്ന ഈ തെമ്മാടിത്തരത്തിനെയും നിങ്ങൾ വിമർശിക്കുക, അല്ലാതെ ഏതെങ്കിലും പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുന്നവർക്ക് അവരുടെ തീവ്രതയാണെന്ന്, പാർട്ടിക്കാരായതുകൊണ്ട് തീവ്രത കുറവാണ് എന്ന് പറഞ്ഞ് ഉള്ള റിപ്പോർട്ടുകൾ വന്നാൽ അതിനെ ന്യായീകരിക്കാൻ നിൽക്കാതെ അതിനെതിരെയും നിങ്ങൾ ശക്തമായി പ്രതിഷേധിക്കുക. എങ്കിൽ ഞങ്ങൾ കേരള സമൂഹം നിങ്ങളെ പൂർണ്ണ മനസ്സോടുകൂടി ഒരു യഥാർത്ഥ നേതാവായി ഞങ്ങൾ കരുതുകയും അംഗീകരിക്കുകയും ചെയ്യും. അതിന് ഞങ്ങൾ മടിക്കുകയില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ആ ഒരു ആത്മാർത്ഥതയ്ക്കും അല്ലെ നിങ്ങളുടെ ഒരു വ്യക്തിത്വത്തിനും ഏറെ ഭൂഷണമായിരിക്കും എന്ന് മാത്രം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥിച്ചെന്ന് പറയാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും, കാരണം നിങ്ങൾ ഈ ദൈവവിശ്വാസത്തിന് എതിരാണല്ലോ. ദൈവവിശ്വാസത്തിനെതിരെന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെ ദൈവവിശ്വാസത്തിനെതിരാണ്, ഇസ്ലാമിൻ്റെയും ക്രിസ്ത്യാനികളുടെയും ദൈവവിശ്വാസത്തിനെ അനുകൂലിക്കുമ്പോഴും ഹൈന്ദവമായിട്ടുള്ള ദൈവങ്ങളെ എതിർക്കുന്നവരായതുകൊണ്ട് നിങ്ങൾക്കത് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളതിനെ തള്ളിക്കളയുക. ഞാനൊരു ഹിന്ദു വിശ്വാസി ആയതുകൊണ്ട് ആ രീതിയിൽ ഞാൻ സംസാരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്ന ദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ നല്ല രീതിയിൽ ഒരു നേതാവായി വരട്ടെ എന്ന് ഉള്ള ഒരു ആഗ്രഹവും ഞാൻ പൊതുസമൂഹത്തിന് മുന്നിൽ പ്രകടിപ്പിക്കുകയാണ്. ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഇത് വളരാനായി നിങ്ങൾ സഹായിക്കുക. ചാനൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഇതിൽ വരുന്ന വീഡിയോകൾ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുകയും ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക.